ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുരുമുളക് ചിക്കനാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കിയതെന്ന് കാണിക്കാം. ആദ്യം ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട, ഏലക്കായ്, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കൊത്തി അരിഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് റെഡിയായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴന്നതിന് ശേഷം അതിലേക്കൊരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചിക്കൻ ആയതുകൊണ്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിനായിട്ട് നമ്മൾ കൂടുതലും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുറച്ച് എരിവ് കൂടുതലുള്ള കുരുമുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ വലിയ എരിവൊന്നും ഇല്ലാത്തൊരു ആയതുകൊണ്ട് ഒരു 2-2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം റെഡി ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് വെള്ളമില്ലാതെയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തും നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ചിക്കൻ വേവുന്നതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നന്നായി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ